നമസ്കാരം സുഹൃത്തുക്കളെ, മെയ് മാസത്തെ എക്സാമിനേഷൻ കലണ്ടറെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിലെ ഒന്നാം ഘട്ട പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മാസം 29 അപ്പൊ രണ്ടാം ഘട്ട പരീക്ഷ മെയ് മാസം ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് മാത്രമല്ല, മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പരീക്ഷകളൊക്കെ മെയ് മാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും കലണ്ടർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ ഈ 10th മെയിൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ടൈം ഷെഡ്യൂളും ബാക്കി കാര്യങ്ങളും ഗൈഡൻസ് ഒക്കെ അതിനകത്ത് ഞാൻ കൊടുത്തേക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോകാമേ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാരെയും വെൽക്കം ചെയ്യുക. Examination program for the month of May 2020 for submitting confirmation. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പരീക്ഷാ കലണ്ടറിൽ കൺഫർമേഷൻ നൽകേണ്ട തസ്തികകളിലേക്ക് കൺഫർമേഷൻ രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ മാറ്റം വരുത്തിയ ശേഷം മാത്രം കൺഫർമേഷൻ കൊടുക്കാൻ നോക്കാം. അപ്പൊ നോക്കാവേ, മെയ് മാസത്തിലെ ആദ്യത്തെ പരീക്ഷ SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ പോലീസ് കോൺസ്റ്റബിൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. ഈ പരീക്ഷ വരുന്നത് മെയ് മാസം 3-ാം തീയതിയാണ്. മെയ് 3-നാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മെയിൻ എക്സാം ആയതുകൊണ്ട് കൺഫർമേഷൻ വേണ്ട. അടുത്ത എക്സാം ഡ്രസ്സർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആണ്. സ്റ്റേറ്റ് വൈഡ്. ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 20/2/2023 മുതൽ, അതായത് ഇന്നലെ മുതൽ കൺഫർമേഷൻ കൊടുക്കാം. മാർച്ച് 11 വരെ കൺഫർമേഷൻ കൊടുക്കാം. മെയ് 4-ാം തീയതി ആയിരിക്കും പരീക്ഷ വരുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഏപ്രിൽ മാസം 20-നായിരിക്കും. സിലബസ് വേണമെന്നുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടുന്നതായിരിക്കും. സിലബസിന്റെ PDF കിട്ടുന്നതായിരിക്കും. 1 മണിക്കൂറും 30 മിനിറ്റ് ആയിരിക്കും പരീക്ഷ. ഇംഗ്ലീഷ് മീഡിയം ആണ്. സ്റ്റാഫ് നഴ്സിന്റെ പരീക്ഷയും 4-ാം തീയതി വരുന്നുണ്ട്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 അത് സ്റ്റേറ്റ് വൈഡ്. പിന്നെ വിവിധ ജില്ലകൾക്ക് വേണ്ടി NCA കാറ്റഗറി നഴ്സ് ഗ്രേഡ് 2 അതെല്ലാം വരുന്നത് 4-ാം തീയതി ആണ്. അപ്പൊ നഴ്സിന്റെ പരീക്ഷ എല്ലാം 4-ാം തീയതി വരുന്നത്. കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഈ നഴ്സിന്റെ പരീക്ഷയ്ക്കെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോമൺ സിലബസ് തന്നെയായിരിക്കും. എല്ലാത്തിനും ഇന്നലെ മുതൽ കൺഫർമേഷൻ കൊടുക്കാം. 20/2/2023 മുതൽ മാർച്ച് 11 വരെ കൺഫർമേഷൻ കൊടുക്കാം. എക്സാം വരുന്നത് മെയ് മാസം 4-ാം തീയതി ആയിരിക്കും. ഇനി അടുത്തത് SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ആണ്. ഇത് സെക്യൂരിറ്റി ഗാർഡിന്റെ പരീക്ഷ മെയ് മാസം 5-നാണ് വരുന്നത്. പിന്നെ മെയ് മാസം 6-ന് ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്കിന്റെ പരീക്ഷ വരുന്നുണ്ട്. പിന്നെ +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ മെയ് മാസം 9-നാണ്. അപ്പൊ മെയിൻ എക്സാം ആയതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതിന്റെയൊക്കെ സിലബസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ കിട്ടും. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് NCA കാറ്റഗറി പരീക്ഷ വരുന്നത് മെയ് മാസം 9-നാണ്. കൺഫർമേഷൻ 20/2/2023 മുതൽ മാർച്ച് 11 വരെ നൽകാവുന്നതായിരിക്കും. അഡ്മിഷൻ ടിക്കറ്റ് ഏപ്രിൽ 25-നായിരിക്കും കിട്ടുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് പരീക്ഷയാണ്. സിലബസിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിവിധ ജില്ലകളിലേക്കുള്ള NCA കാറ്റഗറി പരീക്ഷ. ഇതിന് എല്ലാത്തിനും കൂടി എന്തോ ആയിരിക്കും? കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. കോമൺ ടെസ്റ്റ്. അടുത്ത പരീക്ഷ വരുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ NCA കാറ്റഗറിയാണ്. കാസർഗോഡ്. മെയ് മാസം 10-നായിരിക്കും പരീക്ഷ വരുന്നത്. പിന്നെ സെയിം ഇത് തന്നെ NCA കാറ്റഗറി ഡിഫറെന്റ് കാറ്റഗറീസിനുള്ള സെയിം പരീക്ഷ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ കോമൺ ടെസ്റ്റ് ആയിരിക്കും. മെയ് മാസം 10-ന് കോമൺ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഒരുപാട് ജില്ലയിൽ, നമ്മുടെ 14 ജില്ലയിലും ഉണ്ട് കാറ്റഗറി. ഓക്കെ, കോമൺ ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന മെയ് മാസം 11-ന് SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ വർക്കർ പ്ലാന്റ് അറ്റൻഡർ VFA മുതലായ പരീക്ഷകളാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹാൾ ടിക്കറ്റ് ഡയറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് മെയ് മാസം 11-ന് കോബ്ലർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. കൺഫർമേഷൻ 20/2 മുതൽ മാർച്ച് 11 വരെ നൽകാം. പരീക്ഷ വരുന്നത് മെയ് 11-നാണ്. ഹാൾ ടിക്കറ്റ് 27/4/2023. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് NCA കാറ്റഗറിയാണ്. മെയ് 11-നാണ് ഇതിന്റെ പരീക്ഷ. ഈ 71-ഉം 73-ഉം ഈ VFAയുടെ ഇല്ലേ, ആ 71-ഉം 73-നും കോമൺ ടെസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ വർക്കർ പ്ലാന്റ് അറ്റൻഡർ VFA അതിനും അതുപോലെ ഈ പറഞ്ഞ NCA കാറ്റഗറി കോമൺ ടെസ്റ്റ് ആയിരിക്കും.
അടുത്ത പരീക്ഷ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ സോഷ്യൽ വർക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇതിന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 12-നാണ്. കൺഫർമേഷൻ നിങ്ങൾക്ക് 22 മുതൽ 11-3 വരെ നൽകാം. ഏപ്രിൽ 28-നായിരിക്കും ഹാൾ ടിക്കറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ട പരീക്ഷ. ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ടം മെയ് മാസം 13-നാണ്. മെയ് 13-ന്. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഫീൽഡ് ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പിന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. ഇതിനെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് 2ാം ഘട്ട പരീക്ഷ എന്നാണെന്ന് നോട്ട് ചെയ്യുക. മെയ് മാസം 13-നാണ്. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുന്നത് ഏപ്രിൽ 29-ന് ഹാൾ ടിക്കറ്റ് വരും. സിലബസ് വേണമെന്നുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാം. പ്രിലിംസ് ആയതുകൊണ്ട് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് എക്സാം. അത് കഴിഞ്ഞ് വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ പരീക്ഷ മെയ് മാസം 15-നാണ്. 20-ാം തീയതി മുതൽ ഫെബ്രുവരി 20 മുതൽ മാർച്ച് 11 വരെ കൺഫർമേഷൻ നൽകാം. ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് ഏപ്രിൽ 29-നായിരിക്കും. പിന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കെമിസ്ട്രി, അത് ഡിഫറെന്റ് കാറ്റഗറീസിന് വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി കോമൺ ടെസ്റ്റ് ആയിരിക്കും മെയ് മാസം 15-ന്. അടുത്തത് മെയ് മാസം 16-ന് SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ജൂനിയർ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. പിന്നെ മെയ് 17-ന് SLC ലെവൽ മെയിൻ എക്സാമിനേഷൻ തിയേറ്റർ മെക്കാനിക് ആയയുടെ പരീക്ഷ. +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ മെയ് 18-ന് വരുന്നുണ്ട്. LDC ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. പിന്നെ മെയ് 19-ന് SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയ് മാസം 15-ന് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ NCA കാറ്റഗറി ഡിഫറെന്റ് ജില്ലയിലേക്കുള്ള പരീക്ഷ വരുന്നുണ്ട്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞതിനൊക്കെ. 90 to 94, അതായത് ഈ സിവിൽ എക്സൈസ് ഓഫീസറിനെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് മെയ് മാസം 20-ന് SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്. മെയിൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കണ്ട. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി, ഇത് മെയ് 22-നാണ് പരീക്ഷ. കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ കൊടുക്കാം. മെയ് 8-നായിരിക്കും ഹാൾ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് 1 മണിക്കൂർ 30 മിനിറ്റാണ് പരീക്ഷ. അത് കഴിഞ്ഞ് മെയ് 23-ന് +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ WPCയുടെ പരീക്ഷ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മെയ് മാസം 24-ന് അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ പരീക്ഷ. പിന്നെ മെഡിക്കൽ ഓഫീസർ ആ സെയിം ഡേറ്റിന് തന്നെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. അതുപോലെ മുസ്ലിം കാറ്റഗറി SECC കാറ്റഗറി കോമൺ ടെസ്റ്റ് ആയിരിക്കും മെയ് മാസം 24-ന്. അടുത്തത് സർവേയറിന്റെയും ട്രേസറിന്റെയും പരീക്ഷ മെയ് 24-നുണ്ട്. അതിന് രണ്ടിനും കൂടി കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് മെയ് 25-ന് SSLC ലെവൽ +2 ലെവൽ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷൻ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ഇംഗ്ലീഷ് ലോവർ പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നെ മെയ് 25-ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ്, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബൈ ട്രാൻസ്ഫറിന്റെ പരീക്ഷ കോമൺ ടെസ്റ്റ് ആയിരിക്കും മെയ് 25-ന്. മെയ് 26-ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി എക്സാം ഉണ്ട്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ബ്ലഡ് ബാങ്ക് എക്സാം എല്ലാം മെയ് 26-നാണ്. ദന്തൽ ഹൈജീനിസ്റ്റ്, അത് ഡിഫറെന്റ് കാറ്റഗറീസിന്റെ ഉണ്ട്, കോമൺ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അഗാധതന്ത്ര, പിന്നെ അതുപോലെ ശാലക്യതന്ത്ര, ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. ഈ അസിസ്റ്റന്റ് പ്രൊഫസറിൽ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും. കോമൺ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരുന്നുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരുന്നുണ്ട്. ഡിഫറെന്റ് കാറ്റഗറി കോമൺ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഓക്സിലറി നഴ്സ് മിഡ്വൈഫിന്റെ ANMന്റെ പരീക്ഷ വരുന്നുണ്ട് കൊല്ലം ജില്ല. അതുപോലെ സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ്, ഇത് രണ്ടും മെയ് മാസം 26-നായിരിക്കും പരീക്ഷ വരുന്നത്. പിന്നെ +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെയ് 29-ന്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 മെയ് 29-ന്. +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് മെയ് മാസം 30-ന് വരുന്നുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് SEST, അത് 31-ന് വരുന്നുണ്ട് മെയ്.
പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് മെയ് 31 വരുന്നുണ്ട്. അത് രണ്ടിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മെയിനായിട്ടുള്ള പരീക്ഷ ഒരുപാട് പേര് എഴുതുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ടം. അപ്പോൾ എന്തായാലും ഏപ്രിലിൽ 1ാം ഘട്ടം, മെയ്യിൽ 2ാം ഘട്ടം. ഇനിയിപ്പോൾ 3ാം ഘട്ടം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് 3ാം ഘട്ടം ഉണ്ടെങ്കിൽ അത് ജൂണിലേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പലരും അറിഞ്ഞു കാണത്തില്ല ഇങ്ങനെ കലണ്ടറൊക്കെ വന്നത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്